എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കടുത്ത പനിക്കിട്ട് കിടാന്ന് വരച്ചിട്ടുള്ള പനിജ്വരം എന്നൊക്കെ പറയും. ഇതിന് ആശ്വാസം കിട്ടാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്, ഒരു കഷായമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ കഷായം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ കഷായം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഒന്ന് കറുവപ്പട്ട, 2 വേപ്പിൻ്റെ തണ്ട് അല്ലെങ്കിൽ വേപ്പിൻ്റെ തൊലി. ഈ 2 സംഭവം നമുക്ക് എല്ലാവരും വീട്ടിലുണ്ടായിരിക്കുന്നതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ വേപ്പിൻ്റെ മരം ഇല്ലാത്ത വീട് ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ പുറത്തുള്ളവരാണെങ്കിലും വേപ്പില വാങ്ങിക്കുമ്പോൾ കൂടെ വേപ്പിൻ്റെ തണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ചതച്ചെടുത്ത് ആണ് നമ്മൾ കഷായം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വേപ്പിൻ്റെ തണ്ടും കറുവപ്പട്ടയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അങ്ങനെ അളവൊന്നുമില്ല, കുറച്ചെടുത്ത് നമ്മൾ കഷായം വെക്കുന്നു. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, പിന്നെ വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇവിടെ പനിയൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഇനി ആ ചതച്ചെടുത്തതിലേക്ക് നമ്മൾ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു 1/4 ഗ്ലാസ്സൊക്കെ ആയിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം, എന്നാലാണ് നല്ല പവർഫുൾ ആവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് പിന്നെ 1/4 ഗ്ലാസ്സൊക്കെ ആവുന്ന വരെ, 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് 1/4 ഗ്ലാസ് ആവുന്ന വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇത് ചുക്ക് കാപ്പിയുടെ പോലെ അല്ല കേട്ടോ നമ്മൾ കഴിക്കേണ്ടത്. ചുക്ക് കാപ്പി നമ്മൾ 1 ഗ്ലാസ് 1/2 ഗ്ലാസ്സൊക്കെ ഒറ്റയടിക്ക് ചൂട്ടോടെ കഴിക്കണം. ഇത് ചൂട്ടോടെ കഴിക്കണമെന്നില്ല, നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് കഴിക്കാം. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആഡ് ചെയ്തിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം, ഒരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും. കറുവപ്പട്ടയുടെ ആ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഷായം ഇതാ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല കടുത്ത പനിയുള്ള ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിത് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹോം റെമഡീസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യണം. വഷളായതിനു ശേഷം നമുക്ക് ഹോം റെമഡീസിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുപോലെ 3 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് കുറവൊന്നുമില്ലെങ്കിൽ ഡോക്ടറെ കാണാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ കഷായം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന വേപ്പായാലും കറുവപ്പട്ടയായാലും ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനെതിരെയൊക്കെ നന്നായി ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള കഷായം എല്ലാവരും പനി വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും നമുക്കിത് കുറഞ്ഞ ഡോസിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.